ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബൈജു ടെക് വിഷനിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാനിന്ന് ഒരു വീഡിയോവുമായിട്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് ഏറ്റവും ഫെമിലിയറൈസ്ഡ് ആയിട്ടുള്ള 2 സോഫ്റ്റ്വെയറുകളെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്. അതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഫെമിലിയറൈസ്ഡ് ആയിട്ടുള്ള 2 സോഫ്റ്റ്വെയറുകളാണ്. ഒന്ന് MS ഓഫീസ്, മറ്റൊന്ന് നമ്മളുടെ ഫോൺ ആപ്ലിക്കേഷനായിട്ടുള്ള WPS ഓഫീസ്. അപ്പോൾ നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ ഇന്ന് കമ്പ്യൂട്ടറുകൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. പ്രത്യേകിച്ച് വിൻഡോസ് ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ കമ്പ്യൂട്ടറുകളിലും നമ്മൾ ധാരാളമായി ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് MS ഓഫീസ്. അപ്പോൾ MS ഓഫീസ് പവർ പോയിൻറ്റ്, MS ഓഫീസ് എക്സൽ സ്പ്രെഡ്ഷീറ്റ്, MS ഓഫീസ് വേർഡ് ഡോക്യുമെൻറ്റ്, ഇത് നിത്യേന നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വൈഡായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. ഒരു ടൈപ്പിസ്റ്റ് ആണെങ്കിൽ വേർഡ് ഡോക്യുമെൻറ്റ് നന്നായിട്ട് ഉപയോഗിക്കുന്നു. അതേപോലെ തന്നെ ഒരു കാൽക്കുലേഷന് വേണ്ടിയിട്ട് ഒരു അക്കൗണ്ടിങ് സ്റ്റാഫ് ആണെന്നുണ്ടെങ്കിൽ എക്സൽ സ്പ്രെഡ്ഷീറ്റ് നന്നായിട്ട് ഉപയോഗിക്കുന്നു. അതേപോലെ നിങ്ങളൊരു ടീച്ചിങ് ഫാക്കൽറ്റിയോ അതേപോലെ മോട്ടിവേഷൻ ക്ലാസ്സുകളോ എടുക്കാൻ പോകുന്ന അത്തരത്തിലുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾ പവർ പോയിൻറ്റ് നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് തുല്യമായിട്ട് നമ്മളുടെ മൊബൈലുകളിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് WPS ഓഫീസ്. WPS ഓഫീസ് ഡോക്യുമെൻറ്റ്, WPS ഓഫീസ് പവർ പോയിൻറ്റ്, WPS ഓഫീസ് സ്പ്രെഡ്ഷീറ്റ്, ഇതൊക്കെ തന്നെ നമുക്ക് MS ഓഫീസുമായിട്ട് തുല്യമായ രീതിയിൽ വർക്ക് ചെയ്യിക്കാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ആൻഡ്രോയിഡ് ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ മൊബൈലുകളിലും നമുക്ക് ഇത് ഇന്ന് ഇൻബിൽറ്റ് ആയിട്ട് ലഭിക്കുന്നുമുണ്ട്. ഇന്ന് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് MS ഓഫീസ് എക്സൽ വർക്ക് ചെയ്യുന്നത് പോലെ തന്നെ WPS ഓഫീസിലെ സ്പ്രെഡ്ഷീറ്റ് ഉപയോഗിച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള ഒരു ഡെമോ ആണ്. അപ്പോൾ WPS ഓഫീസിൻ്റെ ടൂളുകളിലുള്ള വിവിധ മെനു ഉപയോഗിച്ചുകൊണ്ട് അതിൽ പറയുന്ന ഓപ്ഷനുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു ഡാറ്റ കളക്ട് ചെയ്യാം, ഡാറ്റ എങ്ങനെ എൻ്റർ ചെയ്യാം, അതിനെ നമുക്ക് പ്രോസസ്സിങ് എങ്ങനെ നടത്താം, പ്രോസസ്സിങ് നടത്തിയതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ സേവ് ചെയ്യാം, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ നമുക്ക് WPS സ്പ്രെഡ്ഷീറ്റിലേക്ക് നമുക്ക് ഒന്ന് പ്രവേശിക്കാം. WPS ഓഫീസിൽ വർക്ക് ചെയ്യിക്കുന്ന ആ ഡെമോയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ WPS ഓഫീസിലെ സ്പ്രെഡ്ഷീറ്റ് വർക്ക് ചെയ്യുന്നതിനുള്ള ഡെമോ ആയിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് WPS ഓഫീസിലേക്ക് ഒന്ന് പ്രവേശിക്കാം. അപ്പോൾ ഇവിടെ അതിന് പ്രവേശിക്കാൻ വേണ്ടി പ്ലസ് ഐക്കൺ വന്നിട്ടുണ്ട്. ഞാൻ ഫ്രഷ് പേജിലേക്ക് ആണ് പ്രവേശിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ന്യൂ സ്പ്രെഡ്ഷീറ്റ്, ന്യൂ പ്രസൻറ്റേഷൻ, ന്യൂ മെമ്മോ, ന്യൂ ഡോക്യുമെൻറ്റ്, ഇങ്ങനെ ഇതൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം ന്യൂ പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ പോലെ തന്നെ വർക്ക് ചെയ്യുന്നതാണ്. ന്യൂ ഡോക്യുമെൻറ്റ് വേർഡ് പോലെ വർക്ക് ഇതാണ്. അപ്പം നമുക്ക് അത് പിന്നീട് ചെയ്യാം. ഇപ്പം ന്യൂ സ്പ്രെഡ്ഷീറ്റാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ന്യൂ സ്പ്രെഡ്ഷീറ്റ് നമുക്ക് മൈക്രോസോഫ്റ്റ് എക്സലിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നവർ ധാരാളം ഉണ്ട്. അപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ തന്നെ മൈക്രോസോഫ്റ്റ് വേർഡ്, മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ്, എക്സൽ ഇതൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുന്നവരാണ്. പ്രത്യേകിച്ച് സ്പ്രെഡ്ഷീറ്റ് ഉപയോഗിക്കുന്നവർ, കാൽക്കുലേഷൻ നന്നായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്പ്രെഡ്ഷീറ്റിലേക്കാണ് പ്രവേശിക്കേണ്ടത്. ഞാൻ ഒരു ഫ്രഷ് സ്പ്രെഡ്ഷീറ്റ് എടുക്കുകയാണ്. സ്പ്രെഡ്ഷീറ്റ് ഇപ്പോൾ ഓപ്പൺ ആയിട്ട് വന്നു. സ്പ്രെഡ്ഷീറ്റ് ഓപ്പൺ ആയിട്ട് വന്നു കഴിഞ്ഞപ്പം അവിടെ നമ്മൾ ഈ പേജ് ഒന്ന് സേവ് ചെയ്യണം. അപ്പോൾ ഞാനതൊന്ന് സേവ് ചെയ്യണം. തൊട്ട് മുകളിൽ സേവ് ഐക്കൺ വന്നിട്ടുണ്ട്. ഞാൻ ഡിവൈസസിൽ പോയിട്ട് ഇവിടെയാണ് സേവ് ചെയ്യുന്നത്. വർക്ക് ബുക്ക് എന്നാണ് പേര് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് പേരൊന്ന് മാറ്റുകയാണ്. പ്രൈസ് ലിസ്റ്റ് 27/7/2020 എന്ന് കൊടുക്കാം. 2020 പ്രൈസ് ലിസ്റ്റാണ്. അപ്പോൾ ഇത് നമുക്ക് സേവ് ചെയ്യാം. ഇപ്പോൾ സേവ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഞാനതിവിടെ പരിചയപ്പെടുത്തുന്നത് ഇതിലെ പ്രധാനപ്പെട്ട ടൂൾസ്, കീസൊക്കെയാണ്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഇത് പരിചയപ്പെടുന്നതിന് മുമ്പ് ഇത് സേവ് ആയിട്ടുണ്ടോ എന്ന് നോക്കണ്ടേ. ഞാനൊന്ന് ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്തിട്ട് വീണ്ടും നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ DCMൽ ഞാൻ ഈ പ്രൈസ് ലിസ്റ്റ് ഇത് സേവ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് തന്നെ നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് കയറേണ്ട കാര്യമൊന്നുമില്ല. പ്രൈസ് ലിസ്റ്റ് തന്നെ വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മളത് ഓപ്പൺ ആവും. അപ്പോൾ അത് ഓപ്പൺ ആയി. പക്ഷേ ഇപ്പോൾ ചെറിയൊരു മാറ്റം വന്ന് കിടക്കുന്നുണ്ട്. ടൂൾസ് എന്നുള്ളതിൽ നേരത്തെ കണ്ട പോലെ അല്ല കിടക്കുന്നത്. ടൂൾസ് അത് കഴിഞ്ഞിട്ടൊരു മൊബൈൽ വ്യൂ വന്നിട്ടുണ്ട്.
അപ്പോൾ ഈ ടൂൾസിൽ തന്നെ നമുക്കിപ്പോൾ ഒന്ന് നോക്കിയാൽ ഫയൽ മെനു ഉണ്ട്, വ്യൂ മെനു ഉണ്ട്, ഡാറ്റ മെനു ഉണ്ട്. ഇത്രയേ ഉള്ളൂ. ഇത്രയല്ല വരേണ്ടത്. ഇതിൽ പിന്നെയും മെനുകൾ വരാനുണ്ട്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. തൊട്ട് മുകളിൽ എഡിറ്റ് ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ മൊബൈൽ വ്യൂ പോയിട്ട് ഇപ്പോൾ ടൂൾസ് എല്ലാം ഓപ്പൺ ആയിട്ട് വന്നു. ഫയൽ മെനു വന്നു, വ്യൂ മെനു വന്നു, ഫോർമാറ്റ് മെനു വന്നു, സെല്ല്, ഇൻസെർട്ട്, ഡാറ്റ, റിവ്യൂ, ഇങ്ങനെ എല്ലാ മെനുവും വന്നിട്ടുണ്ട്. ഇനി ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നതെല്ലാം ഒന്ന് പറയാം. അപ്പം ഫയൽ മെനു എടുത്താൽ സേവാസാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക. പിന്നെ വ്യൂ മെനു എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോപ്പി, അവിടെ തൊട്ടടുത്ത് തന്നെ പേസ്റ്റ് ഹൈഡ് ആയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അത് ഏതെങ്കിലും സെല്ല് നമ്മൾ സെലക്ട് ചെയ്താൽ മാത്രമേ പേസ്റ്റ് നമുക്ക് അൺഹൈഡ് ചെയ്ത് വരുള്ളൂ. അപ്പോൾ പേസ്റ്റ് അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ ഫോർമാറ്റ് മെനുവിലാണ് കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പം ഒരു ടെക്സ്റ്റിൻ്റെ സൈസ് കൂട്ടാൻ വേണ്ടിയിട്ട് അത് ബോൾഡ് ചെയ്യാൻ, ഇറ്റാലിക്സിലാക്കാനായിട്ട്, അതേപോലെ അണ്ടർലൈൻ ചെയ്യാൻ, പിന്നെ അലൈൻമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത് അലൈൻമെൻറ്റിൻ്റെ ഒരു ഇതിവിടെയുണ്ട്. അതേപോലെ നമുക്ക് ആ സെല്ലിനെ കളർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, ബോർഡർ വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, പിന്നെ ഫോണ്ട് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെയുള്ള ഒരു മെനു എന്ന് പറയുന്നത് സെൽ മെനു ആണ്. സെൽ മെനുവിൽ കൂടുതലും മെർജ് ചെയ്യാനുള്ളതാണ്, സെല്ല് മെർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ സെല്ല് ഫില്ല് ചെയ്യാൻ, ഫോർമാറ്റ് ചെയ്യാൻ, പിന്നെ ക്ലിയർ, റാപ്പ് ടെസ്റ്റ്. പിന്നെ വരുന്നത് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഫിറ്റ് ഹൈറ്റ്, ഫിറ്റ് വിഡ്ത്ത് ആണ്. അപ്പോൾ ഫിറ്റ് ഹൈറ്റ്, ഫിറ്റ് വിഡ്ത്ത് നമ്മൾ ആ ഓരോ സെല്ലിൻ്റെയും വിഡ്ത്ത് നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട്, ഹൈറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണത്. അതേപോലെ ഡിലീറ്റ് സെല്ല് ഇവിടെ വന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ ഡിലീറ്റ് സെല്ല് നമുക്ക് ഒരു സെല്ല് മൊത്തം അങ്ങ് ഡിലീറ്റ് ചെയ്തതാണ്, അല്ലെങ്കിൽ ഒരു കോളം മൊത്തം ഡിലീറ്റ് ചെയ്താണെങ്കിൽ ഡിലീറ്റ് സെല്ലിലാണ് നമ്മൾ പോകേണ്ടത്. റോ ഫുള്ളായിട്ട് ഡിലീറ്റ് ചെയ്യാനായിട്ട്. ഏതെങ്കിലും സെല്ല് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആണെങ്കിൽ നമ്മൾ ക്ലിയർ സെല്ലാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ ഇപ്പോൾ അടുത്തത് ഇൻസെർട്ട് മെനു ആണ്. ഇൻസെർട്ട് മെനുവിൽ നമുക്ക് ഒരു സെല്ല് ഇൻസെർട്ട് ചെയ്യാം, റോ ഇൻസെർട്ട് ചെയ്യാം, കോളം ഇൻസെർട്ട് ചെയ്യാം. അതേപോലെ പിന്നെ ചാർട്ട്, ഗ്രാഫുകളാണ് ചാർട്ടിൽ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ചാർട്ട് നമുക്ക് ഇൻസെർട്ട് ചെയ്യാം. ചാർട്ട് ഇൻസെർട്ട് ചെയ്ത് ഡിഫറെൻറ്റ് ചാർട്ടുകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കോളം ചാർട്ട് ഉണ്ട്, ബാർ ചാർട്ട് ഉണ്ട്, ലൈൻ ചാർട്ട്, പൈ ചാർട്ട്, ഏരിയ ചാർട്ട്, സ്കാറ്റർ ചാർട്ട്, അതുപോലെ റഡാർ ചാർട്ട്, ഇങ്ങനെ ചാർട്ടുകൾ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ ഇതിൽ തന്നെ പിന്നെയും ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ബാർ ചാർട്ട് എടുക്കുകയാണ്. ബാർ ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പല തരത്തിലുള്ള ഓപ്ഷനുകൾ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കളറുകളൊക്കെ മാറ്റി കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓപ്ഷൻ കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇപ്പോൾ ഇൻസെർട്ട് ഫംഗ്ഷനിൽ നമുക്ക് വരുന്നത് ഹൈപ്പർ ലിങ്ക് ഇൻസെർട്ട് ചെയ്യാം, പിക്ചറുകൾ ഇൻസെർട്ട് ചെയ്യാം. ഏതെങ്കിലും പിക്ചർ നമുക്ക് വേണമെങ്കിൽ ഇൻസെർട്ട് ചെയ്യാം. ഇപ്പോൾ ഞാനൊരു പിക്ചർ ഇവിടെ ഇൻസെർട്ട് ചെയ്ത് കാണിക്കാൻ പോവാണ്. അപ്പോൾ ഒരു പിക്ചർ ഞാൻ ലോക്കൽ ഫയലിൽ നിന്ന് ഇൻസെർട്ട് ചെയ്യാൻ പോവാണ്. ഇതൊരു ചെക്കിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ അത് ഇൻസെർട്ട് ചെയ്ത് വന്നു. അങ്ങനെ നമുക്ക് ഏതെങ്കിലും ഇതിൽ ഇൻസെർട്ട് ചെയ്യേണ്ടെങ്കിൽ ഇൻസെർട്ട് ചെയ്യാം. ഞാൻ കളഞ്ഞ് ഓക്കെ. പിന്നെ അപ്പോൾ പിക്ചർ ഇൻസെർട്ട് ചെയ്യുക, അതുപോലെ കമൻറ്റ് ഇൻസെർട്ട് ചെയ്യുക. ഏതെങ്കിലും പർട്ടിക്കുലർ കോളത്തിൽ നമുക്ക് ഒരു കമൻറ്റ് ഇൻസെർട്ട് ചെയ്യണമെങ്കിൽ നമുക്കത് ഇൻസെർട്ട് ചെയ്ത് വയ്ക്കാം. അത് ഇൻസെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ ഹൈഡായിട്ട് കിടക്കും. പിന്നെ എഫക്ട്സ് ഫംഗ്ഷൻ നമുക്ക് ഉപയോഗിക്കാം. പിവറ്റ് ടേബിൾ ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. പിന്നെ അടുത്ത ഒരു മെനു ഡാറ്റ മെനു ആണ്. ഡാറ്റ മെനു പോയി കഴിഞ്ഞാൽ നമുക്ക് അസെൻഡിങ് ഓർഡറിലാക്കാം, അതേപോലെ ഡിസെൻഡിങ് ഓർഡറിലാക്കാം. ഓട്ടോ സം നമുക്കിവിടെ കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഓട്ടോ സം ഉപയോഗിക്കാം. പിന്നെ ഇവിടെ ഒരു മെനു നമുക്ക് കൂടുതലായിട്ട് വരുന്ന ഒരു മെനു റിവ്യൂ മെനു ആണ്. ഈ റിവ്യൂ മെനുവിൽ കൂടുതൽ കമൻ്റ് ആണ്. കമൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമൻറ്റ് നമ്മൾ നേരത്തെ ചെയ്ത ഇൻസെർട്ട് മെനുവിൽ നമ്മൾ കമൻറ്റ് ഇൻസെർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ ഷോ കൊടുക്കാം. എന്ത് കമൻറ്റാണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഷോ ആൾ, ന്യൂ കമൻറ്റ്, ഇങ്ങനെയൊക്കെ കാണിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് റിവ്യൂ മെനുവിൽ പിന്നെ ആ പേജിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ ബുക്കിനെ, വർക്ക് ബുക്കിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുക, അതിനൊക്കെ ഉള്ള പാസ്വേഡ് അടിച്ച് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളാണ് റിവ്യൂവിൽ കൂടുതൽ വരുന്നത്. അപ്പം ഇത്രയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ടൂൾസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പേജിൻ്റെ ഇപ്പോൾ ഷീറ്റ് 1, 3 ഷീറ്റ് എന്തായാലും ഇതിൽ ഓപ്പൺ ആയി കിടക്കും. ഇപ്പം ഷീറ്റ് 2, ഷീറ്റ് 3 ഒക്കെ. അപ്പോൾ ഈ ഷീറ്റിൻ്റെ പേരൊന്ന് മാറ്റണമെങ്കിൽ ഏത് ഷീറ്റുമാണ് പേര് മാറ്റേണ്ടത് അതുമ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പം ഷീറ്റ് 1 തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഷീറ്റ് 1 എന്നാണ് കാണിച്ചത്. ഞാനിവിടെ ഒന്ന് പേര് മാറ്റുകയാണ്. പ്രൈസ് 27/7/20. ഇപ്പോൾ ജസ്റ്റ് ആ പ്രൈസ് 27/7/20 പ്രൈസിൻ്റെ ഒരു ലിസ്റ്റാണ് ഞാൻ. ഇപ്പോൾ പ്രൈസ് ഒന്ന് അടിച്ചാൽ മതി, അത്രയും നമുക്ക് ഇപ്പം അണ്ടർസ്റ്റുഡായി. ഇപ്പോൾ ആ പേര് മാറി വന്നു. അപ്പോൾ അതേപോലെ ഓരോ ഷീറ്റിൻ്റെയും പേര് നമുക്ക് വേണമെങ്കിൽ മാറ്റാം. ഇനി അടുത്ത ഷീറ്റിന് ഞാൻ അനാലിസിസ് എന്നാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്.
ഫസ്റ്റ് പ്രൈസ് അനാലിസിസ്. അപ്പോൾ ഞാനിപ്പോൾ 2 ഷീറ്റിന് പേര് കൊടുത്തിട്ടുണ്ട്. ഇനിയും ഇതേപോലെ നമുക്ക് കൂടുതൽ ഷീറ്റുകൾ ആഡ് ചെയ്യാം. പ്ലസ് ആഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഷീറ്റും കൂടെ അവിടെ വരും. ഇപ്പോൾ വീണ്ടും ഒരു ഷീറ്റ് അവിടെ വന്നു. അതേപോലെ ഇപ്പോൾ 4 ഷീറ്റായി. അതേപോലെ നമുക്ക് ചെയ്യാം. ഇനിയിപ്പോൾ ഞാനൊരു ജസ്റ്റ് ഒരു ഫങ്ഷൻ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഇത് എല്ലാം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് സേവ് ചെയ്യണം. സേവ് ഐക്കൺ തൊട്ട് മുകളിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്കൊന്ന് സേവ് ചെയ്യണം. ഞാനിപ്പോൾ ഒന്ന് സേവ് ചെയ്തു. ഇനി ഞാൻ ഇവിടെ ഒന്ന് കീബോർഡ്, ഇപ്പം ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഗൂഗിൾ ഹാൻഡ് റൈറ്റിംഗ് ഇൻപുട്ട് ടൂൾസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എൻ്റെ കീബോർഡ് ഇങ്ങനെയാണ് വരിക. അപ്പോൾ എനിക്കൊന്ന് ഞാൻ വർക്ക് ചെയ്യുന്നൊരു ഒരു ഫോർമാറ്റ് ഉണ്ടാക്കാൻ പോകുന്നതിൽ ഞാനൊരു വർക്ക് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിനാദ്യം പേര് കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ പ്രൈസ് ലിസ്റ്റ് ഓഫ് ചെങ്ങൽ മാർക്കറ്റ് ഓൺ 27/7/2020. ഇനി നമ്മൾ ഇതിനൊക്കെ ചെറിയ ഫോർമാറ്റ് വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഞാൻ സീരിയൽ നമ്പർ ആദ്യം അടിക്കുകയാണ്. സീരിയൽ നമ്പർ അടിച്ചു. അപ്പോൾ ഇങ്ങനെ നമുക്ക് എഴുതിയതിന് ശേഷം അത് ഇൻസർട്ട്, അവിടെ ആ കോളത്തിൽ ആ സെല്ലിൽ നമുക്ക് ഇൻസർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ കോളത്തുമ്പോൾ ഒന്ന് ടച്ച് ചെയ്താൽ മതി. അല്ല എങ്കിൽ എൻ്റർ അടിച്ചാലും മതി. എങ്ങനെയായാലും നമുക്കത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ടച്ച് ചെയ്യുകയാണ് ചെയ്തത്. ടച്ച് ചെയ്തപ്പോൾ അവിടെ വന്നു. ഇനി വരേണ്ടത് ഷോപ്പ് നെയിം. ഇപ്പോൾ ഞാൻ എൻ്റർ അടിക്കുകയാണ്. എൻ്റർ അടിച്ചപ്പോൾ അവിടെ വന്നു. ഇനി അടുത്ത സെല്ല് സെലക്ട് ചെയ്യുക. ആ സെല്ലിൽ എനിക്ക് റൈസിൻ്റെ വിലയാണ് എനിക്ക് അറിയേണ്ടത്, റൈസ്. അപ്പോൾ ഇനി ആ സെല്ലിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആ സെല്ല് ക്ലിക്ക് ചെയ്തപ്പോഴും അതവിടെ വന്നു. ഇനി റൈസിൻ്റെ വില നമുക്ക് റേറ്റാണ് ഇടേണ്ടത്. ഓക്കെ, എൻ്റർ അടിച്ചാൽ മതി. എൻ്റർ അടിച്ചാൽ നമ്മൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അറിയേണ്ടത് ഷുഗറിൻ്റെ വിലയാണ്. ഇപ്പോൾ ഷുഗർ എൻ്റർ അടിച്ചു. റേറ്റ് അടിച്ചു. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇതെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്കിത് ഇതിനൊരു ഒന്ന് മെർജ് ചെയ്യേണ്ട ആവശ്യമൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് മുകളിൽ ഇതൊന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് നമുക്ക് ടൂൾസിൽ പോവാം. ടൂൾസിൽ പോയിട്ട് സെല്ല് എന്നുള്ള മെനു എടുക്കുക. സെല്ല് മെനുവിൽ ഇപ്പോൾ ഇവിടെ മെർജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മെർജ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ സെല്ലൊക്കെ മെർജ് ചെയ്ത് കിട്ടും. ഇനി ഫോർമാറ്റ് മെനുവിലേക്ക് വീണ്ടും പോവുക. അലൈൻമെൻറ്റ് എടുക്കുക, സെൻട്രൽ അലൈൻമെൻറ്റ് കൊടുക്കുക. ഓക്കെ, അതേപോലെ ഇനി ഇതൊക്കെ ഒന്ന് സെലക്ട് ചെയ്യുക. രണ്ടാമത് വന്നിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് സെലക്ട് ചെയ്യുക. അതേപോലെ തന്നെ അതും ഫോർമാറ്റ് മെനുവിൽ ആയിട്ട് അലൈൻമെൻറ്റ് എടുക്കുക, സെൻട്രൽ അലൈൻമെൻറ്റ് കൊടുക്കുക. ഇനി നമുക്ക് ഓരോ സെല്ലുകളുടെയൊക്കെ ഒന്ന് വീതി കൂട്ടണം. അപ്പോൾ സെല്ല് അങ്ങ് സെലക്ട് ചെയ്യുക. അപ്പം സെല്ല് സെലക്ട് ചെയ്തിട്ട് ആണ് നമ്മളത് ചെയ്യേണ്ടത്. ഇപ്പോൾ സീരിയൽ നമ്പർ സെല്ലിൻ്റെ വലിയ വീതിയൊന്നും കാര്യമായിട്ട് കൂട്ടാനില്ല. അപ്പോൾ സെല്ല് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഫിറ്റ് ഹൈറ്റ്, ഫിറ്റ് വിഡ്ത്ത് എന്നുള്ളൊരു ഓപ്ഷൻ, അത് വേണ്ട, ശരിക്കും അത് ചെയ്യേണ്ട ഒരു കാര്യമില്ല. അപ്പം ഫിറ്റ് ഹൈറ്റ് കാരണം ഇപ്പോൾ തന്നെ അത് ഓപ്പണായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ സീരിയൽ നമ്പരൊക്കെ. ഇനി നമ്മൾ ജസ്റ്റ് ആ സെല്ല് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അവിടെ ഒരു 2 വര വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ വിഡ്ത്ത് കൂട്ടുകയൊക്കെ ചെയ്യാം. വിഡ്ത്ത് കൂട്ടാം. റൈസ് കൂട്ടണ്ട, ഷുഗർ കൂട്ടണ്ട, റേറ്റ് കൂട്ടണ്ട. ഇപ്പോൾ ഏകദേശം എല്ലാം ശരിയായിട്ടുണ്ട്. ഇനി എനിക്ക് കൂട്ടേണ്ടത് റോ ആണ്. റോയുടെ ഹൈറ്റാണ്. അപ്പോൾ അത് ഇതേപോലെ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഒന്ന് സ്ക്രോൾ ചെയ്താൽ മതി.
ഇനി ഇതിനൊക്കെ ഒന്ന് കുറച്ചും കൂടി ഒന്ന് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ച് ഇപ്പോൾ സീരിയൽ നമ്പർ അടിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അതിന് ബോർഡറൊക്കെ ഇടാം. സീരിയൽ നമ്പർ അടിക്കുകയാണ്. അപ്പോൾ കീബോർഡിൽ പോവുക, ഒരു നമുക്ക് ഒന്നിടവിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. കാരണം ലോവസ്റ്റ് റേറ്റും ഹയസ്റ്റ് റേറ്റും ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഞാനിതിനൊന്ന് സെൻട്രൽ അലൈൻമെൻറ്റിലേക്ക് ആക്കണം. അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, സെൻട്രൽ അലൈൻമെൻറ്റിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇത് ഫോർമാറ്റ് ഫംഗ്ഷനിലെ അലൈൻമെൻറ്റിൽ പോയിട്ട് സെൻട്രൽ അലൈൻമെൻറ്റ് ആക്കുക. ഇനി ഈ പ്രൈസ് ലിസ്റ്റ് അല്ല, ഷോപ്പ് നെയിം എന്നുള്ള സെൻട്രൽ അലൈൻമെൻറ്റ് ആക്കി വെക്കുക. പക്ഷേ നമുക്ക് അവിടെ കണ്ടൻസൊക്കെ വരേണ്ടത് എപ്പോഴും ലെഫ്റ്റ് അലൈൻമെൻറ്റിലാണ്. അപ്പോൾ അത് ലെഫ്റ്റ് അലൈൻമെൻറ്റ് ആക്കുക. ആ ഷോപ്പ് നെയിം മാത്രം സെൻട്രൽ അലൈൻമെൻറ്റ് ആക്കുക. അതേപോലെ റൈസ് അതും എല്ലാം വരേണ്ടത് റൈറ്റ് അലൈൻമെൻറ്റ് ആക്കുക. ആ റൈസ് മാത്രം നമ്മൾ സെൻട്രൽ അലൈൻമെൻറ്റ് ആക്കുക. അതേപോലെ ഷുഗർ, ഇപ്പം ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇനി ഇപ്പോൾ ഏകദേശം നമ്മൾ ഒരു ഡാറ്റ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിനൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഞാൻ ഫോർമാറ്റ് മെനു ആണ് കൂടുതലായിട്ട് അതിനുപയോഗിക്കുക. ഇപ്പോൾ ഞാൻ ആ ടെക്സ്റ്റിനെ ഒന്ന് ബോൾഡ് ചെയ്തു. ആ ടെക്സ്റ്റിൻ്റെ സൈസ് ഒന്ന് കൂട്ടുകയാണ്. ഒരു 16 കൊടുത്തിട്ടുണ്ട്. 16 കൊടുത്താൽ 14 ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിനെ ഒന്ന് മോഡിഫൈ ചെയ്തു. ഇപ്പോൾ ഷോപ്പ് നെയിം കുറച്ച് നമുക്കൊന്ന് എടുത്ത് കൂട്ടണം, സീരിയൽ നമ്പറും കൂട്ടണം. ഓക്കെ, ഇനിയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെയൊക്കെ ബോർഡർ വരക്കുകയാണ്. അതിന് ഫോർമാറ്റ് സെലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഫോർമാറ്റ് മെനുവിൽ പോവുക. താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ബോർഡർ വരയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, എല്ലാത്തിനും ബോർഡ് വരച്ചു. ഇപ്പോൾ നമ്മൾ ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനൊന്ന് കളർ ചെയ്യാം. ഞാൻ സെല്ലുകളെയും ഇതിനൊക്കെ ഒന്ന് കളർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏകദേശമൊക്കെ ഞാൻ ഒരു വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് ഇതിനൊന്ന് ഷോ കൊടുക്കണം. അപ്പോൾ നമുക്ക് ഫയൽ മെനു പോവുക, വ്യൂ മെനു പോവുക, റൊട്ടേറ്റ് സ്ക്രീൻ കൊടുക്കുക. അപ്പോൾ റൊട്ടേറ്റ് സ്ക്രീൻ കൊടുക്കുമ്പോൾ നമ്മൾ ചെയ്ത വർക്കാണ് ഈ കാണുന്നത്. പ്രൈസ് ലിസ്റ്റ്, സിംഗിൾ മാർക്കറ്റ് ഓൺ 27/7/2020, സീരിയൽ നമ്പർ, ഷോപ്പ് നെയിം, റൈസ്, റേറ്റ്, ഷുഗർ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എക്സൽ ചെയ്തതുപോലെ തന്നെ ഈ ടൂൾസ് ഉപയോഗിച്ച് ചെയ്യാം. ഇനി ഇവിടെ നമുക്ക് ഷോപ്പിൻ്റെ നെയിം അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനൊരു ഷോപ്പിൻ്റെ നെയിം അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് ഈ രണ്ട് സെല്ലിനെ ഒന്ന് മെർജ് ചെയ്യാണ്. ഓരോരോ സെല്ലിനെയും ഒന്ന് മെർജ് ചെയ്തിട്ട് അതിന് സെല്ല് മെനു എടുക്കുക, മെർജ് കൊടുക്കുക.
ഇപ്പം ഞാൻ ഓരോന്ന് മെർജ് ചെയ്യുമ്പോൾ അതിന് ഞാൻ സെൻട്രൽ അലൈൻമെൻറ്റ് നേരത്തെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിനെ ഓരോന്നോരായിട്ട് പെട്ടെന്ന് അലൈൻമെൻറ്റ് ക്ലിയർ ആയിട്ട് വരുന്നത്. ഇപ്പോൾ ഞാൻ ഷോപ്പ് നെയിമും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്, റേറ്റ് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ഷോപ്പ് നെയിം കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കീബോർഡിൽ പോവുക, ടൈപ്പ് ചെയ്യുക. എൻ്റെ അടിച്ചാൽ അത് അവിടെ വരും, PKV സ്റ്റോഴ്സ്. ഇനി അടുത്തത് അപ്പോൾ നമ്മളിപ്പോൾ പേരുകളൊക്കെ കൊടുത്തു. ഇനി ഞാൻ കൊടുക്കുന്നത് ഇതിൻ്റെ ക്വാളിറ്റിയാണ്. ഇപ്പോൾ ഫസ്റ്റ് ക്വാളിറ്റിക്ക് F1 ഉപയോഗിക്കുക. ഫസ്റ്റ് ക്വാളിറ്റി, ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി. അപ്പം സെക്കൻഡ്, ക്വാളിറ്റി. ഇപ്പോൾ ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി എന്ന് അടിച്ചു. ഇനി എനിക്കൊന്ന് ഇത് കോപ്പി ചെയ്താൽ മതി. അപ്പോൾ ഇവിടെയാണ് ഞാൻ ടൂൾസിൽ പോയിട്ട് വ്യൂ മെനു എടുക്കുന്നത്. വ്യൂ മെനു എടുത്ത് ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്തു. കോപ്പി ചെയ്തപ്പോൾ സെല്ല് കോപ്പിയായി. ഇനി ഞാൻ താഴത്തേക്കൊന്ന് സ്ക്രോൾ ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും ടൂൾസിൽ പോവുക, പേസ്റ്റ് കൊടുക്കുക. അപ്പോൾ എല്ലാം ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ റേറ്റ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് എനിക്കിതിൻ്റെ ഇടയ്ക്ക് ഒരു കോൾ ഇൻസേർട്ട് ചെയ്യണം. ഒരു കോൾ ഇൻസേർട്ട് ചെയ്താലേ, കാരണം ഞാൻ ക്വാണ്ടിറ്റി കൊടുത്തിട്ടില്ല എന്താണെന്നുള്ളത്. ഇനി ഇതുപോലെ തന്നെ ഈ ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി വേണമെങ്കിൽ ഒന്നുകൂടി കോപ്പി ചെയ്യാം കേട്ടോ. ഒന്നുകൂടിയും കോപ്പി ചെയ്ത് നമ്മൾ ഷുഗറിൻ്റെ കോളത്തിൽ കൊടുക്കാം. അപ്പോൾ അവിടെ ഒരു ഓപ്ഷനുകൾ ഓണായിട്ട് വന്നിട്ടുണ്ട്. എഡിറ്റ്, കോപ്പി, പേസ്റ്റ്, കട്ട് ഇതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പേസ്റ്റ് കൊടുത്താൽ ഷുഗറിൻ്റെ കോളത്തിൽ നമ്മൾ ജസ്റ്റ് കോളം സെലക്ട് ചെയ്യണം. എന്നിട്ട് പേസ്റ്റ് കൊടുത്താൽ എല്ലാം അവിടേക്ക് വന്നു. ഇനി എനിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് റേറ്റിനിടയ്ക്ക് അതിൻ്റെ ക്വാണ്ടിറ്റി ഒന്ന് കാണിക്കണം. അപ്പോൾ ജസ്റ്റ് ഒരു കോളം ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ അതിൻ്റെ ആ സെല്ലൊന്ന് കോളം ഒന്നാണ് സെലക്ട് ചെയ്യുക. എന്നിട്ട് വീണ്ടും ടൂൾസിൽ പോവുക, ഇൻസേർട്ട് ഫംഗ്ഷൻ ഉണ്ടാവും.
സെൽ ഇൻസെർട്ട് ചെയ്യുക. ഇപ്പോൾ ചോദിക്കുന്നുണ്ട് കോളം ഇൻസെർട്ട് ചെയ്യാനാണോ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ കോളം ഇൻസെർട്ട് ചെയ്യുക. അപ്പോൾ ഒരു കോളം വന്നു. ഇനി നമുക്ക് അതിൻ്റെ അവിടെ ക്വാണ്ടിറ്റി എന്ന് ടൈപ്പ് ചെയ്യാം. ക്വാണ്ടിറ്റി അവിടെ വന്നു. അതേപോലെ തന്നെ ഈ ഷുഗറിൻ്റെ റേറ്റിന് മുമ്പായിട്ട് എനിക്കൊരു കോളം ഇൻസെർട്ട് ചെയ്യണം. സെൽ സെലക്ട് ചെയ്യുക. അതേപോലെ തന്നെ ഇൻസെർട്ടിൽ പോവുക. ഒരു കോളം ഇൻസെർട്ട് ചെയ്യുക. കോളം ഇൻസെർട്ട് ചെയ്തിട്ട് ആ ക്വാണ്ടിറ്റിയെ നമുക്കൊന്ന് ഇങ്ങോട്ട് കോപ്പി ചെയ്യാം. അപ്പോൾ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വ്യൂ മെനു പോകണം. കോപ്പി അടിക്കുക. ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് അടിക്കുക. അതിന് ശേഷം നമുക്ക് ആ സെല്ലിൻ്റെ വിഡ്ത്ത് ഒന്ന് കൂട്ടുക. ഇപ്പോൾ ഏകദേശമൊക്കെ ഒരു ഇതിലേക്ക് വന്നു. ഇനി ക്വാണ്ടിറ്റി എപ്പോഴും ഞാൻ 1 കിലോയുടെ വിലയാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഓരോ കിലോയുടെ വിലയാണ് കാണിക്കുന്നത് എഴുതുക. ഞാൻ അവിടെ ഓരോ കിലോ ഒന്ന് അടിച്ചു കൊടുക്കുക. 1 ടെക്സ്റ്റ് എടുക്കുക. സ്പേസ് അടിക്കുക. എൻ്റർ അടിക്കുക. 1 kg വന്നു. ഇപ്പോൾ ഞാൻ അലൈൻമെൻറ്റ് ഈ സെല്ലിന് കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് അതിങ്ങനെ വന്ന് നിൽക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അലൈൻമെൻറ്റ് തന്നെ മതി. ഒന്ന് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തിട്ട് ഞാൻ എല്ലാ സെല്ലിലേക്കും കൂടി അതിനൊന്ന് സ്ക്രോൾ ചെയ്തിട്ട് വേണം പേസ്റ്റ് ചെയ്യാൻ. വീണ്ടും അതിനൊന്ന് കോപ്പി ചെയ്യുക. തൊട്ടപ്പുറത്ത് ക്വാണ്ടിറ്റി സെല്ല് സെലക്ട് ചെയ്യുക. പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കിട്ടി. ടൂൾസിൽ പോവുക. റൊട്ടേറ്റ് സ്ക്രീൻ ക്ലിക്ക് ചെയ്യുക. ഇതാണ് നമ്മൾ ചെയ്ത വർക്ക്. ഇപ്പോൾ ചെയ്ത വർക്ക് പ്രൈസ് ലിസ്റ്റ്, സിംഗിൾ മാർക്കറ്റ്, സീരിയൽ നമ്പർ, ഷോപ്പ് നെയിം, റൈസ്, ക്വാണ്ടിറ്റി, റേറ്റ്, ഷുഗർ, ക്വാണ്ടിറ്റി, റേറ്റ്, ഇത്രയും സാധനം നമുക്ക് ഇപ്പോൾ ചെയ്ത് നമ്മളെടുത്തു. ഇനി തിരിച്ച് നമുക്ക് വീണ്ടും ഇനി ഫിഗറുകൾ നമുക്കൊന്ന് എൻ്റർ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ റേറ്റ് ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെ ഞാൻ കീബോർഡിൽ പോയിട്ട് ഓരോന്നിനും റേറ്റ് അടിച്ചു വിടുകയാണ്. ഇപ്പോൾ ഫസ്റ്റ് ക്വാളിറ്റി 40 രൂപയാണ്. അപ്പോൾ സെക്കൻഡ് ക്വാളിറ്റി 38, 40, 39, 40, 38, 41, 40, അതേപോലെ 40, 40, 40, 38, 41, 39. ഇതിൻ്റെ ഒരു അലൈൻമെൻറ്റ് കൊടുത്തിട്ടില്ല, അതാണ് അങ്ങനെ വന്നത്. ഫോർമാറ്റ് സെല്ലിൽ വീണ്ടും പോവുക. ഒരു അലൈൻമെൻറ്റ് ക്ലിക്ക് ചെയ്യുക. ഒരു സെൻറ്റർ അലൈൻമെൻറ്റ് ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ ഇപ്പോൾ ഇതിൽ ചെറിയ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. ഇപ്പം ഫസ്റ്റ് ക്വാളിറ്റി 40 രൂപയാണ്, 2 രൂപ കുറവാണ് ആദ്യത്തെ ഷോപ്പിൽ. അപ്പോൾ അത് പിന്നീട് ഒന്നുകൂടി പറയാം. ഇപ്പം ജസ്റ്റ് നമുക്ക് ഇവിടുത്തെ റേറ്റും കൂടി അടിച്ചു കൊടുക്കുക. കീബോർഡിൽ പോയിട്ട് ഷുഗർ 35 രൂപയാണ് ഫസ്റ്റ് ക്വാളിറ്റി. അപ്പം 32 രൂപ സെക്കൻഡ് ക്വാളിറ്റി, 35, 33, 35, 34. ഇപ്പോൾ ഇങ്ങനെ വന്നാൽ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ഫിഗർ അടിച്ചപ്പോൾ അത് 3 ആയിപ്പോയി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ സെല്ല് ഒന്നുകൂടി സെലക്ട് ചെയ്യുക. അവിടെ 35 ആ ഫിഗർ അടിച്ചു കൊടുത്താൽ മതി.
വീണ്ടും 35 32 35 34 36 35 35 33 അടിച്ചത് 35 33. ഇപ്പോൾ ഒരു സെല്ല് കൂടുതൽ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് കളയണം. അതിൻ്റെ ഡേറ്റയിൽ വരുന്നൊരു കാര്യമല്ല. അപ്പോൾ ടൂൾസിൽ പോവുക, അവിടെ നമ്മൾ സെല്ല് എന്നുള്ള ഫംഗ്ഷൻ എടുക്കുക. അപ്പോൾ ഇവിടെ ഡിലീറ്റ് സെല്ല് അടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. ഡിലീറ്റ് സെല്ല് അടിച്ചു കഴിഞ്ഞാൽ അവർ ചോദിക്കുന്നത് റോ മൊത്തം കളയണോ കോളം മൊത്തം കളയണം എന്ന് ചോദിക്കുക. അപ്പോൾ അത് നമുക്ക് പറ്റില്ല. അപ്പോൾ കോളം മൊത്തം കളഞ്ഞാൽ നമ്മുടെ ആ റേറ്റ് എന്നൊക്കെ എഴുതൊക്കെ പോവും. റോ അങ്ങനെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ റോ മൊത്തം കളയേണ്ടി വരും. ഈ റോ മൊത്തം കളഞ്ഞാലും പറ്റും. ഇതൊന്നും ആവശ്യമില്ല. കോളം എന്തായാലും കളയാൻ പറ്റില്ല, റോ നമുക്ക് കളയാൻ പറ്റുള്ളൂ. അതിനൊന്നും ആവശ്യമില്ല. നമുക്ക് ആ സെല്ല് അങ്ങ് ക്ലിയർ ചെയ്താൽ മതി. ക്ലിയർ സെല്ല് അടിച്ചു കഴിഞ്ഞാൽ അവർ ചോദിക്കുന്നത് ഓൾ, ആ സെല്ലും മാത്രം ഓൾ അടിച്ചു കഴിഞ്ഞാൽ ആ സെല്ലും മാത്രം ക്ലിയർ ആയി പോകും. ഇപ്പോൾ നമ്മളുടെ ഡേറ്റ എല്ലാം പ്രിൻ്റ് ചെയ്ത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. നമുക്കൊന്ന് വ്യൂ മെനു പോയിട്ട് റൊട്ടേറ്റ് സ്ക്രീൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇതാണ്. ഇപ്പം സീരിയൽ നമ്പർ, ഷോപ്പ് നെയിം, റൈസ്, ക്വാണ്ടിറ്റി, റേറ്റ്, ഷുഗർ, ക്വാണ്ടിറ്റി, റേറ്റ്, ഇതൊക്കെ വന്നു. ഇനി നമുക്ക് ഇതിൽ ചെറിയൊരു കമൻറ്റ് ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ ഞാനൊരു കമൻറ്റ് ഇൻസേർട്ട് ചെയ്യാൻ പോവാണ്. ലാസ്റ്റ് ഒരു കടയിൽ ഫസ്റ്റ് ക്വാളിറ്റിക്ക് 36 രൂപയാണ്, എല്ലായിടത്തും 35 രൂപയാണ്. എല്ലായിടത്തും 35 രൂപയാണ് ഫസ്റ്റ് ക്വാളിറ്റിക്ക്, ഇവിടെ മാത്രം 36. സെക്കൻഡ് ക്വാളിറ്റിക്ക് അവിടെ 35 രൂപയാണ്. അപ്പോൾ 2 കോളത്തിൽ എനിക്ക് കമൻറ്റ് ഇൻസേർട്ട് ചെയ്യാം. അപ്പം ഞാൻ പോയിട്ട് ഇൻസേർട്ട് എടുത്തിട്ട് അവിടെ കമൻറ്റ് എന്നുള്ള ഫംഗ്ഷൻ. അപ്പം കമൻറ്റ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കീബോർഡ് നമുക്ക് വേണം. അപ്പോൾ നമുക്ക് കീബോർഡ് എൻ്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ അത് ക്ലോസ് ചെയ്യുക. എൻ്റെ ഫോണിൻ്റെ പേരാണ് അടിച്ചു വന്നേക്കണേ. അപ്പോൾ ഞാനിവിടെ ഹൈ റേറ്റ് നടിക്കുകയാണ്. ഹൈ റേറ്റ് നടിച്ചതിന് ശേഷം എൻ്റർ അടിക്കുക. അപ്പോൾ അതവിടെ വന്നു. അപ്പോൾ ആ കമൻ്റ് അവിടെ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ 35-ൽ ഞാൻ ഒരു കമൻറ്റ് അടിച്ചിടാൻ പോകണം. ഓക്കെ, ഇപ്പോൾ 2 കമൻ്റ് അടിച്ചിട്ടുണ്ട്. അതേപോലെ പിന്നെ ഒരു കമൻറ്റ് ആ റൈസിൻ്റെ ഇതിലും ഞാനൊരു കമൻറ്റ് അടിക്കാൻ പോകണം. ഇപ്പോൾ എല്ലായിടത്തും 40 രൂപ ആണ് ഫസ്റ്റ് ക്വാളിറ്റിക്ക് വരുന്നത് എങ്കിൽ ഒരു കടയിൽ, ഇപ്പം PJ വർക്കി സ്റ്റോഴ്സ് എന്ന് പറയുന്ന കടയിൽ 2 ഫസ്റ്റ് ക്വാളിറ്റിയും സെക്കൻഡ് ക്വാളിറ്റിയും ഒക്കെ 40 രൂപയാണ്. അപ്പോൾ എല്ലാം ഒരേ വിലയ്ക്കാണ് അവർ വിൽക്കുന്നത്. അപ്പോൾ അവിടെ എനിക്ക് ഒരു കമൻറ്റ് അടിച്ചു തരണമെന്ന് തോന്നി. സെയിം റേറ്റ്. ഇനിയിപ്പോൾ ഞാൻ അവിടെ 2 ഇതിലും ഒരു കമൻ്റ് അടിച്ചിടുക. ഓക്കെ, ഇപ്പം ഞാൻ 2 കമൻ്റ് ഇവിടെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ടൂൾസ് ഞാൻ ഒരുവിധമൊക്കെപ്പെട്ട ടൂൾസുകളൊക്കെ പരിചയപ്പെടുത്തി. അപ്പോൾ ഫയൽ മെനുവിൽ സേവാസ്, ഇനി ഇത് സേവാസ് കൂടി പരിചയപ്പെടുത്താണല്ലോ. വ്യൂ മെനു, കോപ്പി പേസ്റ്റ് ഒക്കെ പരിചയപ്പെടുത്തി. ഫോർമാറ്റ് മെനുവിലെല്ലാം പരിചയപ്പെടുത്തി. അതേപോലെ സെൽ മെനുവിൽ മെർജ് ചെയ്യാനും ക്ലിയർ ചെയ്യാനൊക്കെ പരിചയപ്പെടുത്തി. അതേപോലെ ഇൻസേർട്ട് മെനുവിൽ സെൽ ഇൻസേർട്ട് ചെയ്യണ ഇതൊക്കെ പരിചയപ്പെടുത്തി. ഇപ്പോൾ സെൽ മെനുവിൽ തന്നെ ഹൈറ്റും വിഡ്ത്തും കൂട്ടുന്ന കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻസേർട്ട് മെനുവിൽ
സെല്ല്. ഇനി നമുക്ക് ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻസ് ആണ്. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് ഒരു കടയിലെ ഒരു റേറ്റ് നമുക്ക് അറിയണം, ടോട്ടൽ അതറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ഫംഗ്ഷൻ. ഇപ്പോൾ ഫംഗ്ഷൻ സാധാരണ എഫക്സ് ഫംഗ്ഷൻ ഇവിടെ കിടക്കുന്നുണ്ട്, അത് ഒന്ന് പറയണം. ഡാറ്റ മെനുവിൽ അസെൻഡിങ് ഓർഡറിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാക്കാം. പക്ഷേ ഇനിയിപ്പോൾ അസെൻഡിങ് ഓർഡറിലാക്കാൻ പറ്റില്ല. ഇപ്പോൾ അസെൻഡിങ് ഓർഡറിലാക്കണമെങ്കിൽ ഇപ്പോൾ ഈ സ്റ്റോറുകളാണ് നമുക്ക് അസെൻഡിങ് ഓർഡറിലാക്കാൻ പറ്റുക. ഇപ്പോൾ സ്റ്റോറുകൾ അസെൻഡിങ് ഓർഡറിൽ ഇങ്ങനെ ഡാറ്റ ഫൈനലൈസ് ചെയ്തതിന് ശേഷം സ്റ്റോർ അസെൻഡിങ് ഓർഡറിലാക്കരുത്. പക്ഷേ അസെൻഡിങ് ഓർഡർ ഇപ്പോൾ ഞാനൊന്ന് ആക്കുന്നുണ്ട്. ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് ഇനിയിപ്പം നേരത്തെ അടിച്ച് കൊടുക്കുന്നതിന് മെർജ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യണം, അസെൻഡിങ് ഓർഡറിലേക്ക് അതിനെ മാറ്റണമായിരുന്നു. ഇപ്പോൾ ഞാൻ സെല്ലൊക്കെ മെർജ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ അസെൻഡിങ് ഓർഡർ നമുക്ക് ചെയ്യാം. ഇനി എനിക്ക് ഒരു കടയിലെ ഇതറിയണം. ഇപ്പോൾ ഒരു കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ PKV സ്റ്റോഴ്സിലെ ഫസ്റ്റ് ക്വാളിറ്റിയുടെ റേറ്റും ഫസ്റ്റ് ക്വാളിറ്റി റൈസിൻ്റെ റേറ്റും ആ സോഴ്സിലെ തന്നെ ഇതിൻ്റെ റേറ്റും കൂടെ എനിക്കൊന്ന് അറിയണം. അപ്പോൾ ഞാനിവിടെ ഫംഗ്ഷൻ ഓട്ടോസം ഫംഗ്ഷൻ കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഇത് കൊടുത്താൽ എഫക്സ് ഫംഗ്ഷൻ നമുക്കിവിടെ വരും. ഇപ്പോൾ സമ്മ് കൊടുക്കാനായിട്ട് ഒരു ചോദിക്കുന്നുണ്ട്, അതേപോലെ മോർ ഫംഗ്ഷന് വേണ്ടി എഫക്സ് ചോദിക്കുന്നുണ്ട്. ഞാൻ പക്ഷേ ഫംഗ്ഷൻ അടിച്ചു കൊടുത്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കീബോർഡിൽ പോവുക, ഈക്വൽ ടു അടിക്കുക. ഇപ്പോൾ എവിടെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഒരു ഇത് കിട്ടണം, അതിന് വേണ്ടി ഈക്വൽ ടു അടിച്ചു. PKV സ്റ്റോഴ്സിൻ്റെ റൈസിൻ്റെ ഫസ്റ്റ് ക്വാളിറ്റിയുടെ വില ആ സെല്ലൊന്ന് സെലക്ട് ചെയ്തു, പ്ലസ് സൈൻ അടിച്ചു. അതിനുശേഷം 35 അടിച്ചു, എൻട്രി ചെയ്തു. അപ്പോൾ ആ സ്റ്റോഴ്സിൻ്റെ റൈസിൻ്റെയും ഷുഗറിൻ്റെയും വിലയാണ് ഞാനിപ്പോൾ ഇവിടെ സമ്മ് കണ്ടത്. ഇതേപോലെ നമുക്ക് എത്ര ഫംഗ്ഷൻ നമുക്കൊരു എക്സൽ ചെയ്യുന്ന പോലെ തന്നെ ഫംഗ്ഷൻ സ്വയം ചെയ്യാം. അത് കൂടാതെ നമുക്ക് ഓട്ടോസം കൊടുത്താൽ ഇവിടെ എഫക്സ് ഫംഗ്ഷൻ ആവറേജ് ഇതൊക്കെ പോലെ തന്നെ എഫക്സ് ഫംഗ്ഷൻ കിട്ടും. അല്ല എങ്കിൽ നമുക്ക് ടൂൾസിൽ പോയിട്ട് ഇൻസേർട്ടിൽ പോയാലും ഈ എഫക്സ് ഫംഗ്ഷൻ ഇവിടെ കിടക്കുന്നുണ്ട്. ഇങ്ങനെയും നമുക്ക് എടുക്കാം. എഫക്സ് ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഓൾ എടുത്തിട്ട് നമുക്ക് സം എടുക്കാം. ഇവിടെ സം എടുത്താൽ ഇപ്പോൾ സം ഇവിടെ കിടക്കുന്നുണ്ട്. സമ്മ് നമുക്ക് ഇങ്ങനെ എടുക്കാം. അതേപോലെ തന്നെ ലുക്കപ്പ് ഫംഗ്ഷൻ നമുക്ക് കിട്ടുമെന്ന് നോക്കിയാൽ ലുക്കപ്പ് ഫംഗ്ഷൻ കിട്ടും. ലുക്കപ്പ് കിട്ടുന്നുണ്ട്. ഇത് ലുക്കപ്പ് ഇവിടെ കിടക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഫംഗ്ഷനുകളൊക്കെ നമുക്ക് സ്വയം ഇവിടെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് ഒരു എക്സൽ പേജ് പോലെ തന്നെ നമുക്ക് വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു സാധനമാണ് ഈ WPS ഓഫീസ് എന്ന് പറയുന്ന ഈ മൊബൈൽ ആപ്ലിക്കേഷൻ. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെയാണ്. ഇനി ഇതിലിപ്പോൾ ഞാനൊരു സാധനം വിട്ടുപോയി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ടൂൾസിൽ പോയിട്ട് വ്യൂ മെനു എടുത്ത് ഇതൊന്ന് റൊട്ടേറ്റ് സ്ക്രീൻ ആക്കിയതിന് ശേഷം ഇനി ഞാൻ ടൂൾസിൽ പോയിട്ട് ഏറ്റവും ലാസ്റ്റ് റിവ്യൂ എടുത്തിട്ട് ഞാൻ ഈ കമൻ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. കമൻ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അവർ ചോദിക്കും ഷോ ആൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇതുവരെ അവിടെ അടിച്ചിട്ടുള്ള ഈ പേജിൽ ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ കമൻറ്റുകളും എനിക്കിവിടെ കാണാൻ സാധിക്കും. ഇനി ഇത് ഞാൻ കളയണമെന്നുണ്ടെങ്കിൽ വീണ്ടും സെയിം ഇതിലേക്ക് തന്നെ ടൂൾസിലേക്ക് തന്നെ പോകണം. ഹൈഡ് ആ കമൻ്റ് എടുത്തിട്ട് ഹൈഡ് കൊടുക്കണം. ഹൈഡ് കൊടുത്താൽ മാത്രമേ അത് പോവുള്ളൂ. അപ്പോൾ അതുകൂടി പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. ലാസ്റ്റ് ഞാനിത് ഒന്ന് സേവ് ചെയ്യണം. പിന്നെ ഇപ്പോൾ സേവായി. ഇനി സേവാസ് പ്രൈസ് ലിസ്റ്റ് എടുത്തിട്ട് ഇതിപ്പോൾ സേവാസ് കൊടുക്കാൻ നമുക്ക് പറ്റുമോ, ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് സേവാസ് കൊടുക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ പ്രൈസ് ലിസ്റ്റ് എടുക്കുക. പ്രൈസ് ലിസ്റ്റ് എടുക്കുമ്പോൾ ഇപ്പം ഞാൻ എഡിറ്റ് വന്നു, ടൂൾസിൽ പോയിട്ട് ആ റൊട്ടേറ്റ് ഫംഗ്ഷൻ ക്ലോസ് ചെയ്യുക. വ്യൂവിൽ പോയിട്ട് ആദ്യം റൊട്ടേറ്റ് ഫംഗ്ഷൻ ക്ലോസ് ചെയ്തിട്ട് ഞാൻ സേവാസ് കൊടുക്കുകയാണ്. സേവാസ് കൊടുക്കുമ്പോൾ ടൂൾസിൽ വന്നിട്ട് ഫയൽ മെനു എടുക്കുക, സേവാസ് ക്ലിക്ക് ചെയ്യുക. സേവാസ് ക്ലിക്ക് ചെയ്യുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട് ഇങ്ങനെയാണോ സേവ് ചെയ്യേണ്ട നെയിം ചോദിക്കുന്നുണ്ട്. സെയിം ഇവിടെ തന്നെ. അപ്പോൾ അവിടെ ഞാൻ പ്രൈസ് ലിസ്റ്റ് 27/7/2020 ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കോപ്പി ആയിട്ട് ഇത് സേവ് ചെയ്യപ്പെടും. ഞാനിത് സേവ് ചെയ്തു. ഇനി ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തപ്പോൾ നമ്മുടെ വർക്കെല്ലാം വന്നിട്ടുണ്ട്.
സോ ഇതാണ് WPS ഓഫീസിൻ്റെ സ്പ്രെഡ്ഷീറ്റ് വർക്ക്. ഇതേപോലെ നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ എല്ലാവരും ഇത് ഉപയോഗിച്ചതിന് ശേഷം ഞാനിതെൻ്റെ ചാനൽ ബൈജു ടെക് വിഷൻ എന്നുള്ള ചാനലിൽ ഞാനിത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ട് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് കമൻറ്റുകളുണ്ടെങ്കിൽ കമൻറ്റുകളായിട്ട് ഇടുക. അപ്പോൾ ബൈജു ടെക് വിഷൻ എന്നുള്ള ചാനലിൽ നിങ്ങൾ വന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് പൊതുവായിട്ട് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.